അപ്പേ എന്താടാ എന്നിട്ട് കറി ഇന്നോ? ആ ഇന്ന് കഞ്ഞിയും പയറും. അപ്പേ ആ അപ്പൊ ഇന്നലെ എന്തിട്ടായിരുന്നു? നല്ല പയറും കഞ്ഞിയായിരുന്നില്ലേ? ഇത് രണ്ടും ഒന്ന് തന്നെയല്ലേ? ആ ഇതിപ്പോ അഡ്ജസ്റ്റ് ചെയ്യടാ. അപ്പക്ക് എന്തെങ്കിലും ഉണ്ടാക്കാനറിയോ? എടാ എനിക്ക് ചിക്കൻ, മട്ടൻ, ബീഫ്, സാമ്പാർ, എലിശ്ശേരി, പുളിശ്ശേരി, പരിപ്പ് കറി, പയറ് കറി, അച്ചിങ്ങ തോരൻ അറിയാം. ഇതിപ്പോ അറ്റ്ലീസ്റ്റ് പറയാനെങ്കിലും അറിയോ ഇത് ഉണ്ടാക്കണത്? ഉണ്ടാക്കണത് പറയാ അറിയാവുന്ന അന്ന് പിടിച്ചാ. 3 സവോള എടുത്തിട്ട് നന്നായിട്ട് അരിഞ്ഞ് അവിടെ മാറ്റി വയ്ക്കാം. 4-5 മുളക് എടുത്തിട്ട് നെയ്തിലാണ് കീറ. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി ഇതൊക്കെ അരിഞ്ഞ് അവിടെ മാറ്റി വയ്ക്കാം. അതിനുശേഷം പാൻ എടുത്ത് വെളിച്ചെണ്ണ അങ്ങോട്ട് ചൂടാക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ട് വരുമ്പോൾ 2 ഗ്രാമ്പും ഒരു ചെറിയ ശേഷം പട്ട കൂടി ഇട്ടിട്ടൊന്ന് സോട്ട് ചെയ്യാം. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടാണ് സോട്ട് ചെയ്യാം. അത് പകുതി മൂത്ത് വരുമ്പോൾ ഏകദേശം നമ്മുടെ സവോള അരിഞ്ഞ് വെച്ചത് അങ്ങോട്ട് ഇടാം. അത് അങ്ങോട്ട് വഴറ്റാം. നന്നായിട്ട് ഏകദേശം ഒരു പകുതി വഴറ്റി ചെയ്യുമ്പോൾ നമ്മുടെ ഈ പച്ചമുളകും അങ്ങോട്ട് കൂടിയിട്ടാണ് വഴറ്റാം. നീന്ന് പോണക്കാണെന്ന് ആരൊപ്പം ആരുണ്ടാക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാട്ടാ. നീ അതൊക്കെ തിന്നണം. നീ കേട്ടിരിക്കും. എന്നിട്ട് രണ്ടും കൂടി എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റാം. നന്നായിട്ട് വഴറ്റി ഏകദേശം അതിന്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും. ആ ചേഞ്ച് ആവുമ്പോ നമുക്ക് മഞ്ഞപ്പൊടി, കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി, ഗരം മസാല, പൊടിക്ക് ചിക്കൻ മസാല ഇട്ടിട്ട് ഞാനങ്ങൾ വഴറ്റാം. ഏകദേശം എല്ലാത്തിന്റെ പച്ചമണക്കാണ് മാറി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മസാലയൊക്കെ ഇട്ട് പുരട്ടി വെച്ച ചിക്കൻ ഉണ്ടല്ലോ, ആ ചിക്കൻ കൂടി അതിലേക്ക് ഇടാം. നന്നായിട്ട് അങ്ങോട്ട് ഇളക്കാം. നീ കൂടുതൽ ഇളക്കാം. ഇതൊക്കെ ചിക്കൻ കൂട്ടി ചപ്പാത്തി കട്ടിയാ പോലെ ഈ ബാക്കി കൂടി കേക്ക് കേട്ടാ. എന്നിട്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെച്ച് ഒരു 20 മിനിറ്റ് 25 മണിക്കൂർ ഇരുന്നോട്ടെ. ഇടയ്ക്ക് നടക്കണോട്ടാ. ചിക്കൻ റെഡി. എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടാ? അതിന് ഉണ്ടാക്കിയില്ലല്ലോ. എടാ ഉണ്ടാക്കാനല്ലേ പോണേ. വാ.